ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് 5 കാർഡിയോ എക്സസൈസുകൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് സിമ്പിളായിട്ട് തന്നെയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടി തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു വ്യായാമം നോക്കാം. ജമ്പിങ് ജാക്ക് എന്നാണ് ഈ ഒരു വ്യായാമത്തിന് പേര്. അപ്പോൾ ഇത് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ നിങ്ങളിതുപോലെ ഒന്ന് നേരെ നിൽക്കുക. ഇതിൻ്റെ മൂവ്മെൻറ്റ്, ആദ്യത്തെ മൂവ്മെൻറ്റ് നമ്മുടെ കാല് നമ്മൾ ഈ വെച്ചിരിക്കുന്ന ലെഗിനെ വേണ്ട ഇതുപോലെ ഒന്ന് വൈഡ് ചെയ്തിട്ടൊന്ന് ജമ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ക്ലോസ് ചെയ്യുക. ഇത് 1 2 1 2 1 2 ഈ ക്രമത്തിലാണ് ജമ്പ് ചെയ്യേണ്ടത്. ഇതേ സമയം തന്നെ നമ്മുടെ കൈയുടെ ഒരു മൂവ്മെൻറ്റ് കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് നമ്മൾ കാല് വൈഡ് ചെയ്യുന്ന സമയത്ത് കൈകൾ രണ്ട് ഇതുപോലെ ഒന്ന് അപ്പ് ചെയ്ത് വെക്കുക. ഇത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് കൈകൾ ക്ലോസ് ചെയ്യുക. 1 2 കണ്ട ഈ ഒരു മെത്തേഡിലാണ് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അധികം ജമ്പിങ് അധികം കൊടുക്കേണ്ട, ഒരു ചെറിയ രീതിയിലൊരു ജെർക്കിങ് ആയിട്ട്, എന്നിട്ട് സ്ലോവിലി, അധികം സ്പീഡ് കൂട്ടണ്ട, സ്ലോവിലി മൂവ്മെൻറ്റ് ചെയ്യാം. ഇത് ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്പീഡ് കൂട്ടി തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് മൗണ്ടൻ ക്ലൈമ്പിംഗ് എന്ന് പറഞ്ഞ ഒരു വർക്കൗട്ട് കൂടി ചെയ്യാം. അത് താഴെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ പുഷപ്സ് നിങ്ങൾ ചെയ്യുന്നത് പോലെയാണ് കൈ ഇതിൽ വെക്കുന്നത്. നമ്മുടെ ഷോൾഡറിൻ്റെ വിത്തിലേക്കാണ് ഈ കൈ വെക്കുന്നത്. കാലിവിടെ സ്റ്റഡി ആയിട്ട്, നടുവ് വളയാതെ സ്റ്റഡി ആയിട്ട് വെക്കുക. ഇവിടുന്ന് ചെയ്യേണ്ടത് നമ്മുടെ ഒരു കാല് മുന്നിലേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊണ്ടുവരിക. നമ്മുടെ ചെസ്റ്റിൻ്റെ അടുത്തേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊണ്ടുവരിക. അതിനുശേഷം അത് നേരെ താഴെ, വീണ്ടും അടുത്ത കാല് ഇതുപോലെ ഹോൾഡ് ചെയ്ത് കൊണ്ടുവരിക. നമ്മളിങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തത്. ഇനി ഇത് 1 by 1 ആയിട്ട് കണ്ട 1 2 3 4 ഈ ഒരു ക്രമത്തിലാണ് ഇത് ചെയ്യുന്നത്. ഇനി ഇവിടെ സ്റ്റോപ്പ് ഇല്ലാതെ കണ്ട ഇതിനൊരു ജമ്പിങ്ങിൻ്റെ ഒരു മൂവ്മെൻറ്റ് കൂടി നിങ്ങൾക്ക് ചേർക്കാൻ സാധിക്കും. നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആകും തോറും ഇങ്ങനെ ഒരു ജമ്പിങ്ങിൻ്റെ ഒരു മൂവ്മെൻറ്റ് കൂടി ചേർക്കാം. അതോടൊപ്പം തന്നെ ഈ സ്ട്രെയിറ്റ് വെക്കുന്ന ലെഗിന് നമ്മളിപ്പോൾ റൈറ്റ് ലെഗാണ് എടുക്കുന്നതെങ്കിൽ ലെഫ്റ്റ് എൽബോൻ്റെ, അതായത് ഇടത്തെ മുട്ടുകൈയുടെ ആ ഒരു ഡയറക്ഷനിലേക്ക് വരുന്ന രീതിയിൽ ഇത് നേരെ ബാക്കിലേക്ക് പോകുമ്പോഴത്തേക്കും അടുത്ത കാല് ഈ ഒരു ഡയറക്ഷനിലേക്ക്. അപ്പോൾ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു കോർ മസിലും വിത്ത് ഈ ഒബ്ലിക് മസിലിലേക്കൊക്കെ ഒരു ടൈറ്റ് കിട്ടുന്ന, അല്ലെങ്കിൽ അതിലേക്കൊരു വർക്കൗട്ട് കിട്ടുന്ന ഒരു മൂവ്മെൻറ്റ് കൂടിയാണ് നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് വരുമ്പോഴത്തേക്കും. അപ്പം ആദ്യം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ചെയ്യുക. അതിനുശേഷം കണ്ടാ ഈ ഒരു മെത്തേഡിൽ ലുക്ക് നേരെ കൈയുടെ മുന്നിലേക്ക് കൊടുക്കുക ഫ്ലോറിൽ, എന്നിട്ട് ഇതുപോലെ വർക്കൗട്ട് ചെയ്യുന്നതാണ്. അപ്പം ഇത് കാലറി ബേൺ ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല ബെസ്റ്റ് വർക്കൗട്ട് തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് ബർപ്പീസ് എന്ന് പറഞ്ഞൊരു വർക്കൗട്ട് കൂടി ചെയ്യാം. അപ്പോൾ അത് താഴെ ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നത്. നമ്മൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് കണ്ടാ ഇതുപോലെ നിന്നിട്ട് കൈകൾ രണ്ടും നമ്മൾ കാലിൻ്റെ മുന്നിലായിട്ട് ഫ്ലോറിലേക്ക് ടച്ച് ചെയ്യുക. ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് കൈയിലേക്ക് ഫോഴ്സ് കൊടുക്കുക. 2 ലെഗും കണ്ടാ ഇതുപോലെ ഒന്ന് ബാക്കിലേക്ക് ഇടുക. ഇവിടെ ഒന്ന് വീണ്ടും പോയതുപോലെ തന്നെ ഈ കൈയിനൊന്ന് കാലിനൊന്ന് ഫ്രണ്ടിലേക്ക് എടുക്കുക. ഇത് അപ്പ് ചെയ്ത് നിൽക്കുക. വീണ്ടും ഉണ്ടോ ഇവിടെ വരിക, തിരിച്ച് കാലിവിടെ വന്നിരുന്ന സമയത്ത് കൈകൾ പൊക്കിയെടുക്കുക. ഒന്നുകൂടി ചെയ്യാം. ഇതുപോലെയാണ് ബർപ്പീസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഹാഫ് ബർപ്പീസ് എന്ന് പറഞ്ഞ വർക്കൗട്ടാണ് ചെയ്തത്. ഇത് ഫുൾ ബർപ്പി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ ഹാഫ് ബർപ്പിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആദ്യത്തെ മൂവ്മെൻറ്റ് കൈ ഇവിടെ കുത്തിയിട്ട് ലെഗ് നേരെ ബാക്കിലേക്ക് വരിക, തിരിച്ചിവിടുന്ന് ഇതുപോലെ. ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മളൊന്ന് ജമ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ജമ്പ് ചെയ്തിട്ട് കൈ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലാപ്പ് ചെയ്യാം. തിരിച്ച് താഴേക്ക് വരുന്ന സമയത്ത് കൈ വീണ്ടും ഫ്ലോറിലേക്ക് കുത്തിയിട്ട് കാലിവിടെ വരുന്നു. ഇത് ഒറ്റ മൂവ്മെൻ്റായിട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഇത്തിരി തീവ്രത കൂടുതലാണ്. നിങ്ങൾ ഹാഫ് ബർപ്പി ആദ്യം ചെയ്തിട്ട് പ്രാക്ടീസ് ആയതിനു ശേഷം മാത്രം ഇത് ഫോളോ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ജമ്പിങ് സ്ക്വാട്ട് എന്ന് പറഞ്ഞൊരു വർക്കൗട്ട് കൂടി ചെയ്യാം. ലെഗ് ഒരല്പം വൈഡ് ചെയ്ത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. വൈഡ് ചെയ്തൊക്കെ എന്നിട്ട് കൈകൾ രണ്ടും ഇതുപോലെ നമ്മൾ മുന്നിൽ ഈ ഒരു പൊസിഷനിലേക്ക് വെക്കുക. ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്യുക. ചെറുതായിട്ട് ജമ്പ് ചെയ്തിട്ട് താഴേക്ക് വരുന്ന സമയത്ത് ടോയാണ് നമ്മൾ താഴെ ടച്ച് ചെയ്യുന്നത്, ഹീലല്ല. ടോ ഫസ്റ്റ് ടച്ച് ചെയ്തിട്ട് ഹീലിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് താഴേക്ക് ഫുള്ളായിട്ട് ഈ ഒരു ആക്ഷനിലിരിക്കുക. ഇവിടെ നിന്ന് വീണ്ടും 1 2 ടോയിൽ ടച്ച് ചെയ്യുക. അതോടൊപ്പം തന്നെ ബോഡിയെ നമ്മളൊരു സ്പ്രിങ് ബോർഡിൽ വരുന്നത് പോലെയാണ്. ഒരിക്കലും ഒരു സ്റ്റിഫായിട്ട് വീഴരുത്. ഈ ഒരു ആക്ഷനോടെ വേണം വീഴാണ്ട്. കാരണം നമ്മൾ താഴേക്ക് ഒരു ജമ്പ് ചെയ്ത് വീഴുന്നതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ കാലിലേക്ക് ഒരു പെയിനായിട്ട് ഒരിക്കലും കിട്ടരുത്. അപ്പോൾ അതുകൊണ്ടിട്ട് ആ കാര്യം ശ്രദ്ധിക്കുക. ഇതുപോലെയാണ് ജമ്പിങ് സ്ക്വാട്ട് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് സ്പോട്ട് റൺ എന്ന് പറഞ്ഞൊരു വർക്കൗട്ട് ചെയ്യാം. പേര് പോലെ തന്നെ ഈ നിൽക്കുന്ന സ്പോട്ടിൽ തന്നെ നിന്നുകൊണ്ട് നമ്മളൊന്ന് ഓടുന്നൊരു മൂവ്മെൻറ്റാണ്. അപ്പോൾ അത് ചെയ്യേണ്ടത് നമ്മൾ നോർമൽ ഇതുപോലെ നിൽക്കുക. നിങ്ങൾ ഇവിടുന്ന് ഓടുന്ന ഒരു സ്റ്റെപ്പിൽ, നമ്മൾ സാധാരണ ഓടുന്നൊരു സ്റ്റെപ്പിൽ ഇതുപോലെ ഓരോ കാല് സ്ലോവിൽ ഇതുപോലെ ഒന്ന് അപ്പ് ചെയ്യാം. സ്ലോവിൽ തുടങ്ങുക. അതിനുശേഷം
ഇനി നിങ്ങൾക്ക് കിട്ടുന്ന അത്ര ഒന്ന് ഫോൾഡ് ചെയ്യാം. കൈകളുടെ ആക്ഷൻ അതിന് ആനുപാതികമായിട്ട് ഇതുപോലെ കാലിൻ്റെ ഒരു പോലെ തന്നെ കൈയിൻ്റെ ആക്ഷന് ജസ്റ്റ് ഒന്ന് ഓപ്പോസിറ്റ് കൊടുക്കുക. ഇനി ഇതിന് ഇവിടെ നമുക്ക് ഒരു സ്പീഡ് കൂട്ടാം, അതുപോലെ അതിൻ്റെ ഒരു ഫോൾഡിങ് കൂട്ടാം, ഹൈറ്റ് കൂട്ടാം, ഒരു സ്പ്രിൻറ്റ് പോലെ ഈ ഒരു മൊമെൻ്റ്. ഇതൊരു ദിവസമല്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണ അനുസരിച്ച് ഓരോ ദിവസം തോറും ഇതിങ്ങനെ കൂട്ടി എടുത്ത് തോന്നി. അപ്പോൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.